ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ചോദിക്കട്ടെ, എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയല്ലേ? പിന്നെന്താ, നല്ല മഴയുള്ള ദിവസം എല്ലാവരും ആ തണുത്ത വെള്ളം തലേ പറഞ്ഞ ദിവസം തന്നെ കുളിക്കുന്നുണ്ടോ? എല്ലാവരും ഒന്നും എല്ലാ ദിവസവും ഒന്നും കുളിക്കേണ്ട കുട്ടികളെ. നമ്മളെ മുടി ഉണങ്ങും എന്നുള്ള ദിവസം നിങ്ങൾ കുളിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ ആക്ഷേപം ചോദിക്കുന്നു. എന്റെ കമന്റ് ബോക്സിൽ മുഴുവൻ വരുന്ന അമ്മേ പേന്, അമ്മേ മുടിക്കായ, അമ്മേ പിന്നെ അതുപോലെ ചൊറിയണു, പിന്നെ സോറിയാസിസ് വരെ വന്നു തലയിലെ ആൾക്കാർക്ക്. അപ്പൊ എന്താ ഈ താരൻ ചളി അടിഞ്ഞു കൂടിയിട്ടാ മക്കളെ. ചളി ഒരുപാട് അടിഞ്ഞു കൂടിയാൽ അത് താരനാവും. താരൻ പിന്നീട് നമുക്ക് സോറിയാസിസ് ആയി മാറും. കാരണം ചെറിയ ചെറിയ പൊടികളാണ്. എനിക്കിപ്പോ അത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ചെറിയ പൊടികളാട്ടോ നമ്മളെ താരൻ എന്ന് പറയുന്നത്. അതിന്റെ ഭീകരാവസ്ഥയാണ് സോറിയാസിസ്. അതുകൊണ്ട് അധികരിക്കുകയാണ് ആൾക്കാർക്ക്. ഈ താരനാകുമ്പോൾ ചെറിയ പൊടി വന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു പൊടി വെള്ള കളറിലേ വരുള്ളൂ. അതൊന്ന് കൂടിയാൽ നമുക്ക് മനസ്സിലാവാം. പിന്നെ അടലായിട്ട് പോരലിറങ്ങും. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഈ മഴക്കാലത്ത് മുടി നല്ലോണം ഓട് ക്ലീൻ ആക്കി വെക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെ പോലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരണാട്ടോ. പുരുഷന്മാരും വേണം മുടി ക്ലീൻ ആക്കി വെക്കുക. മുടി അധികം ഇറക്കില്ലല്ലോ വിചാരിച്ച് താളിയോ ഷാമ്പൂവും തേക്കാതെ ആരും മുടിയെ വിടരുത്. മഴക്കാലത്ത് പ്രത്യേകിച്ചും വെച്ചിട്ട് ഒരുപാട് എണ്ണ പൊത്തി നമ്മളുണ്ടല്ലോ പിന്നെ താളി തേക്കാതെ. നിങ്ങൾ ചിന്തിച്ചു നോക്കണില്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അല്ലെ? നമ്മൾ ശരീരത്തിൽ കുളുക്കൻ എണ്ണ തേക്കുക, എന്നിട്ട് നമ്മൾ സോപ്പില്ലാതെ മുടി മേത്ത് വെള്ളാണ്ട് ഒഴുക്കി വിട്ടു നോക്കൂ. എന്നാൽ നമ്മളെ ശരീരം പിന്നെ നമുക്ക് അമർത്തി തുടച്ചാൽ കുറച്ചേനും വൃത്തിയാവും അല്ലെ? ഈ സ്കാൽപ്പിൽ നമ്മൾ മുടിയാവുക കാരണം നമുക്ക് ചെറുതായിട്ട് അങ്ങനെയുള്ള തുടപ്പല്ല അല്ലെ? ശരീരം തുടയ്ക്കും പോലെയല്ലോ നമ്മൾ തുടയ്ക്കണത് തല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മുടിയിലെ എണ്ണ തേച്ചിട്ട് വെറുതെ വെള്ളം പറന്ന് കഴുകിയാലത്തെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ എന്നും എണ്ണ തേക്കുന്ന ദിവസം നിങ്ങൾ ആ മിഴുക്ക് കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപാധി ചെയ്യണം കേട്ടോ. തല ചൊറിച്ചിലെന്ന് പറയണവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയണത്. എല്ലാവർക്കും തല ചൊറിയണമൊന്നുമില്ല, എല്ലാവർക്കും താരനില്ല, മുടി കൊഴിച്ചിലില്ല, അതുപോലെ മുടിക്കായില്ല, പേനില്ല. ഇതൊക്കെ ഉള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കണം. മുടിയിൽ നിങ്ങൾ ചളി ഇരിക്കാതെ ശ്രദ്ധിക്കന്നെ വേണം. മനസ്സിലായല്ലോ? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എണ്ണ തേച്ചാൽ മതി കാര്യമായിട്ട്. മറ്റു നിങ്ങളൊരു തുള്ളി, ഞാൻ ഇന്ന് എണ്ണ തേക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാലേ മുടി കൊഴിച്ചിലിനുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ മുടി കൊഴിച്ചിലിന് കാരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ മക്കളെ. അപ്പൊ ഇന്ന് മുടി കൊഴിയാതിരിക്കാൻ അമ്മ ഒരു സംഭവം ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് എന്താന്നുള്ളത് നമുക്ക് ഉണ്ടാക്കി കാണിക്കുകയാണ്. അത് ഞാൻ കുറച്ച് തേച്ചും കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളത് കൂടുതൽ അസുഖമുള്ളവരും അസ്വസ്ഥത ഉള്ളവരും നന്നായിട്ട് തേച്ചിട്ട് 10-15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തോളൂ. ജലദോഷം പിടിക്കാതിരിക്കാൻ, നീരിറക്കം വരാതിരിക്കാൻ അതിനുള്ള ഐഡിയ കൂടി ഞാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജലദോഷം വരുന്ന പേടിക്കണ്ട. വായോ, നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കണ്ടോ, ഇതിൽ അമ്മ ഒരു ഗ്ലാസ് വെള്ളം ഇട്ട കുട്ടികളെ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം. നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. ഞാനിപ്പോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, കാരണം എനിക്ക് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുമ്പോ എന്റെ കുട്ടികളെ നിങ്ങൾക്ക് എന്താണോ ഞാൻ കാണിച്ചു തരുന്നത് അത് ഞാൻ ഉപയോഗിക്കണ്ടേ. വെറുതെ സാധനം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയുള്ള സാധനം ഞാൻ തലയിൽ ഉപയോഗിക്കും. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നീർവീഴ്ച വരാതിരിക്കാനുള്ള ഒരു സംഭവം, ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ. ഇത് നമ്മളെ എന്താണെന്നറിയില്ലേ നിങ്ങൾക്ക്? ഇത് നമ്മളെ ഗ്രാമ്പു ആണ് കേട്ടോ. ഗ്രാമ്പു ഇത് ഇത്ര മുഴുവൻ ഗ്രാമ്പൂ നമ്മൾ ഇടണ്ടായിരുന്നു. നമ്മൾ 4 ഗ്രാമ്പൂ 5 ഗ്രാമ്പൂ മതി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണില്ലെങ്കിൽ. സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇത്രയും ഗ്രാമ്പുകൾ ഇട്ടോളൂ. ഗ്രാമ്പു കൂടിയിച്ചിട്ട് മുടിക്ക് യാതൊരു ദോഷവും വരില്ല. നമ്മളെ മുടി കൊഴിച്ചില്, അകാലനര, മുടി പിന്നെ പൊട്ടിപ്പോണത് എല്ലാം തടഞ്ഞ് നിങ്ങൾക്ക് നമ്മൾ കേട്ടില്ലേ ഹെയർ ഗ്രോത്ത് കൂടുക എന്നൊക്കെ, അത് അങ്ങനെ കൂടും കേട്ടോ. അപ്പൊ ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതില്ല, കാരണം ഇത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മക്കളെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ദിവസേന എന്തേലും ഓരോ വീഡിയോ ചെയ്യണ ആളാണ് ഞാൻ. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ തേച്ച് കാണിച്ചു തരും. ചിലപ്പോ സമയം ശരിയാവില്ല കേട്ടോ. രാവിലെ നേരത്തെ വീഡിയോ എടുക്കണ്ടാവുക, കുട്ടി ജോലിക്ക് പോയാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് 7 മണിക്ക് വീഡിയോ എടുക്കുക വെച്ചാൽ അമ്മയ്ക്ക് അപ്പൊ തന്നെ കുളിക്കാൻ പറ്റില്ല കുഞ്ഞന്മാരെ. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നറിയോ, അത് എടുത്തു വെക്കും. ഞാൻ ഇപ്പൊ തേക്കണില്ല കുട്ടികളെന്ന് പിന്നെ കാണിച്ചു തരാന്നൊക്കെ പറയൂ കേട്ടോ. അത് വേറെ ഒന്നുകൊണ്ടും അല്ല, നമ്മൾ കറണ്ടിന്റെ അടുപ്പാണ് വെച്ചത്. ഇനി എന്താണെന്നറിയോ നമ്മൾ ചേർക്കേണ്ട? റോസ്മേരി കണ്ടല്ലോ. ഇതിന്റെ കുട്ടികളെ ടോണറായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ. നിങ്ങൾ സ്പ്രേ ബോട്ടലിലൊക്കെ സൂക്ഷിച്ചോളൂ കേട്ടോ. ഞാൻ ഇപ്പൊ കുറച്ചാവുകൊണ്ട് 2 സ്പൂൺ കൊണ്ട് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾ ഇത് ഒരു ഗ്ലാസ്സിന് 2 സ്പൂൺ എന്നുള്ള നിലയിൽ നിങ്ങൾ എത്ര വെള്ളമാണോ ഉണ്ടാക്കണം, നിങ്ങൾക്ക് എത്ര ഒരു ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് സൂക്ഷിച്ചു വെക്കാം. എന്റെ മകളുടെ കുട്ടി ഇതാണ് കേട്ടോ. തലയിൽ തേച്ചിട്ട് ഒറ്റ ശേഖരം മുടി കൊഴിയണില്ല അവൾക്ക്. നമ്മൾ ഇതിൽ 1 ഗ്രാമ്പു, 1 റോസ്മേരി. ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കി നോക്കൂ, പെട്ടെന്ന് മുടി കൊഴിച്ചിൽ മാറാൻ. കണ്ടല്ലോ, ഇത് നമ്മളെ ചായപ്പൊടി. ഇതും കേടുവരില്ല കേട്ടോ. കണ്ടല്ലോ, ഞാൻ വീട്ടിലെ ചായപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഞാൻ കുറച്ച് അളവ് എടുത്തിട്ടുള്ള 1 ഗ്ലാസ്സേ ഉള്ളൂ. കണ്ടല്ലോ, അത് കാരണമാണ്. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കണം, അമ്മേ മുടി
സുഗന്ധം ഉണ്ടാവാൻ എന്താ ചെയ്യാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ജവാദു പൗഡർ നിങ്ങൾ തലേണയിലൊക്കെ വിരിച്ചോളൂ, അത് തലേണയിൽ വെതറിക്കോളൂ കുറച്ച് എന്നൊക്കെ. അതൊന്നും ഒരു സൊല്യൂഷൻ അല്ലല്ലോ. ഇത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? തിരിച്ച് ചിന്തിയല്ലേ അപ്പോഴേക്കും ഞാൻ ആ വയനയില നമ്മൾ ഈ കുമ്പളപ്പം ഉണ്ടാക്കാനൊക്കെ ഇതൊരു സുഗന്ധദ്രവ്യ ആണ് കേട്ടോ. അത് ഭയങ്കര സുഗന്ധമാണ് കേട്ടോ. എങ്കിലോ മുടി വളർച്ച കൂട്ടാൻ അത്യുത്തമാ. ഇത് നമ്മൾ തേച്ച് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ തേക്കാം. പിന്നെ നമ്മൾ മീൻ നേരേക്കാണെങ്കിൽ കൈ ദുർഗന്ധം ഉണ്ടെങ്കിൽ അതിന് പറ്റും. പിന്നെ നമ്മൾ അരിയിലിട്ട് വെച്ച അരി കേട് വരില്ല. ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിച്ച് ഈ ചോറിന്റെ മുകളിൽ ഒരു ഇല ഇട്ട് വെക്കുക, എങ്കിൽ ചോറ് കേട് വരില്ല. ഇത്രയും നല്ലൊരു സംഭവം ഇല്ല കുട്ടികളെ കേട്ടോ. അപ്പോ നിങ്ങൾ ഞാൻ ഇപ്പൊ ഇതിൽ 3 ഇല ഇട്ടിട്ടുള്ളൂ, മിക്സിയിൽ ക്രഷ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു കൊഴുപ്പുള്ള ഒരു സംഭവം കേട്ടോ. ഇത് മാത്രമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, മനസ്സിലായല്ലോ. ഇത് മാത്രം ഇട്ടിട്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് തലയിൽ യൂസ് ചെയ്യാം. പക്ഷെ ഇത് കൊഴിച്ചിലുള്ളവർക്ക് കാണിച്ചു തരുകൊണ്ടാണ് ഞാൻ ഇത് റോസ്മേരി വാങ്ങിക്കൊടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് മുടി കൊഴിച്ചിലൊന്നും ഇതുവരെ ഇല്ല കേട്ടോ കുട്ടികളെ, ഇപ്പൊ ഒന്നും ഇല്ല ദൈവം എത്തിച്ചിട്ട്. ഇപ്പൊ പ്രായം അതല്ല, എന്റെ ഷുഗർ കാരണം എനിക്ക് മുടി ഏത് സമയത്തും കൊഴിയാം, മനസ്സിലായല്ലോ. എന്റെ മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് മുടി വളർത്തിയെടുത്തത് കേട്ടോ. ഈ റോസ്മേരി ഞാൻ അന്നെനിക്ക് ഫോൺ ഉണ്ട് കയ്യില്, പക്ഷെ എനിക്ക് വീഡിയോകളൊന്നും കാണാൻ പോലും അറിയില്ല. മോളുടെ ഫോണിൽ നിന്ന് മോള് പറയേ, അപ്പൊ ഡോക്ടർ പറഞ്ഞു ഷുഗറിന്റെ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ് അതാണ് എന്നൊക്കെ. പക്ഷെ എങ്കിലും നമ്മൾ ആയുർവേദം ഒപ്പം നോക്കണ്ടേ. അപ്പോഴാണ് ഞാനൊരു ഡോക്ടറുടെ വീഡിയോ കണ്ടത്, റോസ്മേരി മുടി കൊഴിച്ചിൽ മാറ്റുന്നത്. അപ്പൊ ഞാനത് ഇങ്ങനെ ഉപയോഗിച്ചു കേട്ടോ. 1 മാസം ഉപയോഗിച്ചപ്പോഴേക്ക് എന്റെ മുടി കൊഴിച്ചിൽ പറ്റ മാറി. അപ്പൊ നമ്മൾ ഈ വയനയില ഇട്ടണതിന്റെ സുഗന്ധം കിട്ടാനാട്ടോ. എന്ത് സുഗന്ധം അറിയാം, ഭയങ്കര മണപ്പത്. തിളയ്ക്കുമ്പോ തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം, മനസ്സിലായല്ലോ. നമ്മൾ ചായപ്പൊടി, ഗ്രാമ്പു, റോസ്മേരി, വയനയില. ഈ വയനയില ഇല്ലാത്തവര് അത് അവോയ്ഡ് ചെയ്തോളൂ. 2 തുളസി ഇട്ടാ മതി കേട്ടോ. ഉള്ളവര് മാത്രം ഇത് ഇട്ടാൽ മതി, ഇല്ലാത്തവര് തുളസി ഇടുക. ഓക്കെ. അപ്പൊ ഇതിൽ ഇത്രയ്ക്ക് ഇൻഗ്രീഡിയന്റ് നമ്മൾ ചേർക്കണ്ടോ. ഇത് നമ്മളിനി തണുത്തതിന്റെ ശേഷം ഒരു ബൗളിലേക്ക് അരിച്ചിട്ട് നമ്മൾ സ്പ്രേ ബോട്ടലിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഓക്കെ. ഇത് നിങ്ങൾ രാവിലെ കുളിക്കണേന്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഇത് നന്നായിട്ട് മുടിയിലെ എണ്ണയ്ക്ക് അപ്ലൈ ചെയ്തതിന്റെ ശേഷമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പൊ നമ്മളിതൊരു 10 മിനിറ്റ് ഒക്കെ തിളച്ചു കേട്ടോ. നന്നായി കുറുകി ഇതിന്റെ കളറൊക്കെ മാറി, നമ്മൾ എന്താ പറയാ, കണ്ടല്ലോ. ഇത് മുടി കറക്കാനൊക്കെ സൂപ്പർ ആട്ടോ. ഇത് ഡെയിലി ഉപയോഗിച്ചാൽ നമ്മളെ മുടി അകാലനരയൊക്കെ പോയി നമ്മളെ മുടിയിഴകൾ കറുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ. ഇതിപ്പോ ചിലപ്പോ മുടി കൊഴിച്ചിലിനുള്ള കുട്ടികളെ ഉപയോഗിക്കണമെങ്കിലും പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ മുടിയുടെ വ്യത്യാസം വരും. കറുത്ത ഇടതൂർന്ന മുടി നിങ്ങൾ വളരുന്നത് കാണാം കേട്ടോ. അപ്പൊ ഇനി ഇത് എന്താ വെച്ചാല് ഈ റോസ്മേരിയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ. അതുപോലെ ഈ വയനയില എന്ന് പറഞ്ഞ സംഭവം, അതുപോലെ ഗ്രാമ്പൂ എല്ലാം മുടി വളർച്ച ഒരുപാട് കൂട്ടണതാണ് കുട്ടികളെ. ആന്റി ഫംഗസ് ആണ് നമ്മളെ ഇത് ഗ്രാമ്പൂ എല്ലാമാണ് കേട്ടോ. നമുക്ക് ചൊറിച്ചില് എല്ലാം പോവും, അകാല നര ഒക്കെ പോവും. അപ്പൊ നമ്മളത് ഏകദേശം പാകമായി. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി ഞാനിത് അരിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് കാണിച്ചു തരാം. അപ്പൊ നമ്മളുടെ റോസ്മേരി, പിന്നെ നമ്മളുടെ ഗ്രാമ്പൂ, പിന്നെ എടനയില, ചായപ്പൊടി, ഇതൊക്കെ തിളപ്പിച്ചിട്ടുള്ള ഒരു ടോണർ നമ്മൾ റെഡിയാക്കി വെച്ചു കേട്ടോ. കണ്ടല്ലോ. നമുക്ക് ഇതിന്റെ ചണ്ടിയൊന്നും വേണ്ട തന്നെ കേട്ടോ. ഇത് നിങ്ങൾ കുട്ടികളെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ സ്പ്രേ ബോട്ടലിൽ സൂക്ഷിച്ച്, സാധിക്കണവർക്ക് സ്പ്രേ അടിച്ച് തലയിൽ ഇങ്ങനെ കുറേശ്ശെ അടിച്ച് തേക്കാം കേട്ടോ. എനിക്ക് സ്പ്രേ ബോട്ടിലൊന്നും ശരിയാവില്ല മക്കളെ, ഇത് അറിയണില്ലേ. സ്പ്രേ അടിക്കുമ്പോൾ എന്റെ ഏതിയാണെങ്കിലും പോകും, എന്റെ തലയിലേക്ക് ആവില്ല. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക വെച്ചാല് എന്നത്തെയും പോലെ കണ്ടോ, ഇങ്ങനെ ഒരു ചീർപ്പോണ്ട് നമ്മളെ മുടി കൂട് കളഞ്ഞിട്ടുണ്ടാവണം. രാവിലെ നീച്ച വഴിക്ക് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനത്തെ ചീർപ്പോണ്ട് തന്നെ കൂട് കളഞ്ഞതിന് ശേഷം ഇത് കണ്ടത് നമ്മളെ ആ ഒട്ടത്തലയിൽ മുടി വളരുന്നുള്ള നാളികേരം എന്തെണ്ണ, പിന്നെ കരിഞ്ചീരകം, പിന്നെ ഉലുവ, കറിവേപ്പില കണ്ടോ. ആ എണ്ണയാണ് കണ്ടോ. ഞാനൊരു വളരെ കുറച്ച് എണ്ണ കുട്ടികളെ പോയി മഴക്കാലം നിങ്ങളെ കൊണ്ട് പറയാം. എനിക്കിപ്പോ ആരാ പറഞ്ഞുതരാള്, ഞാൻ തന്നെ വേണ്ടേ. അപ്പൊ ഞാനൊരു തുള്ളിശ എണ്ണ തേക്കുള്ളൂ. ഉണങ്ങണില്ലേ മുടി, എനിക്കും പേടിയുണ്ട്. കുട്ടികൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ കണ്ടില്ല വീഡിയോയിലൊക്കെ. അതിലേ മോളുടെ തലയിൽ ഓരോ പേനുണ്ട്, എന്റെ തലയിലേക്ക് ഓരോ പേൻ കയറിക്കൂടി. ഇപ്പൊ ഞാനിനി പേനുള്ളൊരു വൈദ്യം കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ട് അറിയാലോ ഞാൻ എന്താ പറഞ്ഞു തന്ന, അത് ഞാനൊന്ന് പ്രയോഗിക്കണ്ട കേട്ടോ. അപ്പൊ ഇതാ എണ്ണ ഇങ്ങനെ തൊട്ടിട്ട് നമ്മള് സുഖമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നഖം പെടാതെ, കണ്ടല്ലോ, നഖം പെടാതെ നമ്മള് ചെറിയ തോതിൽ ഇങ്ങനെ മസാജ് ചെയ്യുക. കണ്ടല്ലോ. ഓട്ടില് സ്കാൽപ്പില് മതി. ഇതൊന്നും കൊഴുപ്പുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എണ്ണ തേക്കാച്ചോ നിങ്ങൾ കഴുകി കളയാൻ പറ്റണവരോ അതിനനുസരിച്ചിട്ട്. താളി തേക്കണ ദിവസം നല്ലോണം തേച്ചോളൂ കേട്ടോ. താളി ഇല്ലാത്ത ദിവസം നമ്മൾ അധികം തോനെ എണ്ണ തേക്കണ്ട. കണ്ടല്ലോ. അപ്പോ
നമ്മളെ എണ്ണയൊക്കെ തേച്ചു ഓൾറെഡി. ഞാൻ കൂടൊക്കെ കളഞ്ഞു. കൂടൊന്നും ഇല്ല എൻ്റെ മുടിയിൽ. രാവിലെ ഒന്നൊക്കെ വേടർത്തിയ മുടിയാണ്. എങ്കിലും നിങ്ങൾ എണ്ണ തേക്കണതിന്റെ മുന്നേ നന്നായിട്ട് മുടി പതുക്കെ കട്ടയൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും എണ്ണ തേച്ചിട്ട് ഈ മുടി എത്ര ചീവണു അത്രയും വളർച്ച കൂടും കേട്ടോ. ഇങ്ങനത്തെ പല്ലുള്ള ചീർപ്പാവുമ്പോൾ വളർച്ച കൂടും. വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ പല്ലുള്ള ചീർപ്പുകൊണ്ട് ഒരിക്കലും ചീന്തിയ വളർച്ച കുറയും. പൊട്ടി പൊട്ടി പോവും. നിങ്ങളെ തലപ്പ് പൊട്ടി നിൽക്കണ മുടിയാണെങ്കിൽ അവിടെ വെച്ച് പൊട്ടും, മുടിക്കായുള്ളതാണെങ്കിൽ അവിടെ വെച്ച് പൊട്ടും. ഇതാവുമ്പോൾ നമുക്ക് വലിയ ഡാമേജ് ഇല്ലാതെ മുടി ശരിയായി കിട്ടും. അപ്പൊ നിങ്ങൾ എണ്ണ തേച്ചതിന് ശേഷം ഒന്ന് ചീവിക്കോളുണ്ട്. വീഡിയോ നീണ്ടു പോവുക, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഇനി ഒന്നുമല്ല മക്കളെ, ഇത് എന്താ വെച്ചാൽ കണ്ടല്ലോ, ഇത് നമുക്ക് കണ്ടല്ലോ, ഇത് നല്ല ലൂസുള്ള സാധന കണ്ടല്ലോ, ഇത് എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കൊക്കെ ഉണ്ട്. കണ്ടല്ലോ, അത്യാവശ്യം സാധനം ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളിങ്ങനെ കയ്യിലിട്ടിട്ട് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ സ്പ്രേ ബോട്ടലിൽ ചെയ്തോളൂ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ എണ്ണ തേക്കണ പോലെ തന്നെ ഇങ്ങനെ തേച്ചിട്ട് ഞാൻ കണ്ടല്ലോ ഇങ്ങനെ ഓരോ ഭാഗത്തും മാടി ഞാൻ ഇത് തേച്ച് പിടിപ്പിക്കും. കാരണം എൻ്റെ മുടി പൊട്ടിപ്പോകണ ഒന്നുമില്ല, വളർച്ചയുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ മുടിയിൽ പരീക്ഷിക്കുന്നുണ്ട് കുട്ടികളെ. അതുകൊണ്ട് എനിക്ക് മുടി ഇപ്പൊ വളർച്ചയൊക്കെ കൂടിയിട്ടുണ്ട്, മുടി നന്നായി വളരുന്നുണ്ട്. അപ്പൊ ഞാനിനി വീഡിയോ ഒരുപാട് നിർത്തണില്ല. അപ്പൊ ഇനി ഞാന് ഇത് കുളിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വാഷ് ചെയ്യണം കേട്ടോ എല്ലാവരും, 10 മിനിറ്റ്. ഓക്കെ, അപ്പം തന്നെ കുളിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം മുടി എങ്ങനെ ഉണ്ടെന്ന്. ഇതൊക്കെ പുറത്ത് പോയി ഒന്നും തേക്കട്ടെ. കണ്ടല്ലോ, ഇതിങ്ങനെ ഒറ്റ പൂവുള്ളൂ ഇവിടെ നിന്ന് തേച്ചാലേ. കണ്ടല്ലോ, വെള്ളം പോലെ ഒരു കൊഴുപ്പില്ല. അപ്പൊ ഞാനിത് മുറ്റത്ത് അല്ലെങ്കിൽ ബാത്റൂമിലോ പോയിട്ട് നിന്നിട്ട് കുളിക്കട്ടെ. എന്നിട്ട് തിരുമ്പലൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് കുളിക്കാറാവും. ഓക്കെ, അപ്പോൾ എന്നിട്ട് കുളിച്ച് വന്നിട്ട് മുടി നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ അമ്മ ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുമെന്നല്ല, കൈകൊണ്ടൊക്കെ തൊട്ട് വരട്ടാൻ നിങ്ങൾ കണ്ടായാലും ഒരുപാടൊന്നും തൊട്ട് വരട്ടാൻ വയ്യാത്തോണ്ട് ഞാൻ കുറച്ചിട്ട് തൊട്ട് വരത്തിയിട്ടുള്ളൂ. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നു. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നു കേട്ടോ. ഇപ്പൊ മുടി എന്താ വെച്ചാൽ നമുക്കൊരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഒരു സുഖവും ഒക്കെ ഉണ്ട്. നല്ല മണാട്ടം മുടിക്കാൻ. നല്ല വാസന കേട്ടോ. നമ്മൾ കുളിച്ച് ഞാനൊരു ഉണങ്ങിയ തോർത്തുകൊണ്ട് കെട്ടി വെച്ച് മുടി മുക്കാലും ഉണക്കിയിട്ടാണ് നിങ്ങൾക്ക് കൊടുന്ന് കാണിച്ചു തരുന്നത്. കാരണം എൻ്റെ മുടി എപ്പോഴും ഞാൻ അങ്ങനെ തോർത്തുണ്ട്, 3 തോർത്തുണ്ട് വേണം. ഒന്നുകൊണ്ട് ആദ്യം കെട്ടിപ്പിഴിഞ്ഞിട്ട് ഇതാക്കും. എന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് വേറൊരു ഉണങ്ങിയോണ്ട് ഒന്നും കൂടി ഇങ്ങനെ കെട്ടിവെക്കും. പിന്നെ അതൊക്കെ ഒന്ന് ഉണങ്ങി തോന്നുമ്പോ ഇങ്ങനെ ഒരു ഉണങ്ങിയ തോർത്തുകൊണ്ട് കെട്ടിവെച്ച് ബാക്കി മുടി ഉണക്കും. ഒരുപാട് എണ്ണ തേക്കൽ നിർത്തി. ഇപ്പൊ എൻ്റെ മുടി എപ്പോഴും കണ്ടോ ഒന്ന് ഇങ്ങനെ വൈക്കോട്ടെ, ഒന്ന് പറയാതെ നിന്നോട്ടെ അല്ലേ, എങ്കിലേ ഉണങ്ങണുള്ളൂ. നിങ്ങളും ഈ ഐഡിയ പ്രയോഗിച്ചോളൂ. എണ്ണ മുടിയിൽ സ്കാൽപ്പിൽ അത്യാവശ്യം തേച്ചോളൂ. നിങ്ങൾ ഇങ്ങനെ തലപ്പത്തേക്കൊന്നും അധികം തേക്കാതിരിക്കുക, എങ്കിൽ പെട്ടെന്ന് ഉണങ്ങണ്ട. നമുക്ക് ഇക്കാണെങ്കിൽ ഈ വളക്ക് വെക്കേണ്ട കാര്യം അതൊക്കെ ആലോചിച്ചിട്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടോ. ഞാനപ്പോ രാവിലെ ഒന്നുമില്ല, തലയിൽ പാരാൻ പറ്റില്ലെങ്കിൽ മേല് കഴുകി ഡ്രസ്സ് മാറിയിട്ട് വളക്ക് വെക്കും. എന്നിട്ട് ഞാനൊരു 12 മണിക്ക് കുളിക്കുക. എത്ര ബുദ്ധിമുട്ടോ കണ്ടല്ലോ, ദിവസത്തിൽ ഒരു പ്രാവശ്യം കുളിക്കണം. അത് 12 മണിക്ക് തലയിൽ ഒഴിക്കുള്ളൂ. അപ്പൊ തല മാത്രം കഴുകുക. പണ്ട് എല്ലായിടും ഒപ്പം കഴുകിയിരുന്ന മനുഷ്യൻ ഇപ്പൊ ആദ്യം ദേഹം കഴുകും, പിന്നെ തോന്നുമ്പോ തല കഴുകും. കാരണം തോന്നുമ്പോ അല്ല, വെയിലുള്ള സമയത്ത് കുറച്ച് തണുത്ത വെള്ളം എടുക്കും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നോർമൽ വെള്ളമാക്കാൻ, വേനൽക്കാലത്തെ വെള്ളം എങ്ങനെ ഉണ്ടാവും, തണുപ്പ് പറ്റ പോയിട്ട് എന്നാ ചൂടില്ലേ, ഇനി അങ്ങനത്തെ ഒരു വെള്ളമാക്കും. ഞാൻ ഇത്തിരി ചൂടുവെള്ളം പറഞ്ഞിട്ട് 2 കപ്പ് പറഞ്ഞിട്ട് അങ്ങനെ 2 ബക്കറ്റ് വെള്ളം ഉണ്ടാക്കിയിട്ട് അതിലാട്ടോ തല കഴുകുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കണത്. എനിക്ക് ബാലൻസ് പ്രശ്നമുണ്ട്, വീഡിയോ ചെയ്യും വേണം. എന്തെങ്കിലും കുറച്ചെങ്കിലും തേച്ച് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഒരുപാട് പുളിപുളിന്നതിന് ഒന്നും തേക്കാറില്ല കണ്ടല്ലോ. അതുകൊണ്ടാണ് നന്നായി തേക്കണം ശരിക്കും ഇതൊക്കെ. പക്ഷെ ഞാൻ കുറേശ്ശെ തേച്ച് കാണിച്ചു തരുന്നുള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയിപ്പോ ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് എനിക്കറിയാം, ഷെയർ ചെയ്യണ്ടെന്ന് അറിയാം, ലൈക്ക് ചെയ്യണ്ടെന്ന് എല്ലാം അറിയാം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കണം എന്ന് എനിക്കറിയാം എൻ്റെ പൊന്നു മക്കളെ. അപ്പൊ അമ്മ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.